10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFന് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFും കേരള ജാഥ നടത്തുകയാണ്. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന പ്രചാരണ ജാഥയുടെ പേര് പുതുയുഗ യാത്ര എന്നാണ്. ഫെബ്രുവരി 6-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് 6-ന് തിരുവനന്തപുരത്താണ് സമാപനം. സായികുമാറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സായി, UDF മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ അതൊക്കെ തന്നെയായിരിക്കുമല്ലേ ജാഥയിൽ പ്രധാനമായും പ്രചാരണായുധമാക്കുക? തീർച്ചയായും വിനീത, വലിയ പ്രതീക്ഷയോടുകൂടി ഭരണത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ ഒരുക്കങ്ങളിലേക്ക് പോകുന്നത്. ഇതിനോടകം തന്നെ ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണി 3 മേഖലകളായി തിരിച്ചാണ് അവരുടെ പ്രചാരണ ജാഥകൾ തുടങ്ങുന്നതെങ്കിൽ ഒരു ജാഥ കേരളത്തെ വീണ്ടെടുക്കാൻ പുതുയുഗ യാത്ര എന്നുള്ള പേരിൽ പ്രതിപക്ഷ നേതാവ് തന്നെ നയിക്കുന്ന യാത്രയാണ് UDF നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ഈ യാത്ര UDFനെ സംബന്ധിച്ച് അവരുടെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഈ യാത്രയോടുകൂടി പൂർണ്ണ പ്രചാരണത്തിലേക്ക് UDF കടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനൊപ്പം മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും യാത്രയിൽ മുഴുനീള സമയം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ കുറിച്ച് നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളടങ്ങി അതോടൊപ്പം UDF മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയ കാഴ്ചപ്പാട് UDFിൻ്റെ ഒരു പ്രകടന പത്രികയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ ഇല്ലാതാക്കുന്ന ഒരു ഭരണമാണ് ഉണ്ടായത്. അതുകൊണ്ട് വീണ്ടും ആ കേരളത്തെ പഴയ പ്രതാപത്തിലേക്ക് വീണ്ടെടുക്കാൻ UDF വരണം എന്ന ഒരു ആവശ്യവും ഒരു മുദ്രാവാക്യവുമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ഈ യാത്രയിൽ കഴിയുമ്പോഴേക്ക് സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ഏകദേശം പൂർത്തിയാക്കി മുന്നണി ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു സന്ദേശം കൂടി ജനങ്ങൾക്ക് വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കൂടിയുള്ള ഒരു ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ മാസം കൊച്ചിയിൽ ചേർന്ന UDFിൻ്റെ സമ്പൂർണ്ണ യോഗത്തിലാണ് ഇങ്ങനൊരു യാത്ര തീരുമാനിച്ചത്, അതിൻ്റെ പേരടക്കം തീരുമാനിച്ചത്. അപ്പോൾ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ടാണ് UDFും ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. വിനീത, ശരി, സായികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. പുതുയുഗ യാത്ര എന്ന പേരിലാണ് പ്രചാരണ ജാഥ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFും സംഘടിപ്പിക്കുന്നത്.